മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടാകാം. എന്നിട്ടും സമ്പാദ്യം വട്ടപൂജ്യം. പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. എന്നാൽ യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ ചെലവുകളിലെ മറഞ്ഞിരിക്കുന്ന ഈ 7 വിള്ളലുകളിലാണ്. ഈ വിള്ളലുകൾ അടച്ചില്ലെങ്കിൽ കുബേരന്റെ ഖജനാവ് പോലും കാലിയാകുമെന്ന് ചാണക്യനീതി പറയുന്നു. നിങ്ങളുടെ അധ്വാനിച്ച പണം ചോർന്നുപോകുന്ന ആ 7 ദ്വാരങ്ങൾ ഇന്ന് നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ബാങ്ക് ബാലൻസിനായുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. സുഹൃത്തുക്കളെ, പണം സമ്പാദിക്കുന്നതൊരു കലയാണ്. എന്നാൽ പണം സംരക്ഷിക്കുന്നതും അത് ശരിയായ സ്ഥലത്ത് ചെലവാക്കുന്നതും ഒരു ശാസ്ത്രമാണ്. നിർഭാഗ്യവശാൽ ഈ ശാസ്ത്രം നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾ അത് അത്ര ഗൗരവമായി നമ്മെ പഠിപ്പിക്കുന്നുമില്ല. ഫലമോ, നമ്മൾ കഴുതകളെപ്പോലെ കഷ്ടപ്പെടുന്നു, വിയർപ്പൊഴുക്കുന്നു, ബോസിന്റെ ശകാരം കേൾക്കുന്നു. മാസാവസാനം നമ്മുടെ ബാങ്ക് ബാലൻസ് വീണ്ടും 0-ത്തിനടുത്തെത്തുന്നു. നമ്മുടെ വരുമാനം കുറവാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നു, പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിലല്ല, നിങ്ങളുടെ വിവേകത്തിലാണ്. വിള്ളലുള്ള ഒരു ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ചിന്തിക്കാതെ ചെലവാക്കിയാൽ കുബേരന്റെ ഖജനാവും ഒരുനാൾ കാലിയാകുമെന്ന് ചാണക്യനീതി വ്യക്തമാക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഡാർക്ക് ഫിനാൻഷ്യൽ തന്ത്രങ്ങൾ നിങ്ങളെ ഒരു പിശുക്കനാക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് സാമ്പത്തികമായി പരാജയപ്പെടുത്താനാവാത്ത ഒരു വ്യക്തിയാക്കി മാറ്റാനാണ്. പണം നിങ്ങളുടെ പോക്കറ്റിലെ ഒരു സൈനികനാണ്. നിങ്ങൾ അത് ചെലവാക്കുമ്പോൾ നിങ്ങളതിനെ യുദ്ധക്കളത്തിലേക്ക് അയക്കുകയാണ്. തെറ്റായ സ്ഥലത്തേക്ക് അയച്ചാൽ ആ സൈനികൻ കൊല്ലപ്പെടും. നിങ്ങളുടെ എല്ലാ സൈനികരും മരിച്ചാൽ ജീവിത യുദ്ധത്തിൽ നിങ്ങളുടെ പരാജയം ഉറപ്പാണ്. അതിനാൽ നിങ്ങളുടെ സൈനികരെ സംരക്ഷിക്കാനും ശരിയായ സ്ഥലത്ത് വിന്യസിക്കാനുമുള്ള ചാണക്യന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ 50% സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്ന് തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ആദ്യത്തെ നിയമം. അതാണ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള യുദ്ധം. അനാവശ്യ ചെലവുകളാണ് നാശത്തിന്റെ വേരുകൾ എന്ന് ചാണക്യൻ പറയുന്നു. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഇതിന്റെ മനഃശാസ്ത്രപരമായ വല വളരെ വലുതാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഉപഭോഗാധിഷ്ഠിത സമൂഹത്തിലാണ്. അവിടെ ഓരോ പരസ്യവും, ഓരോ ഹോർഡിംഗും, ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റും നിങ്ങളുടെ തലച്ചോറിലെ ഡോപാമൈൻ സെന്ററിനെയാണ് ആക്രമിക്കുന്നത്. പുതിയ ഫോൺ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഷൂ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അപൂർണനാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ഈ വികാരത്തിൽ കുടുങ്ങി നിങ്ങൾക്കൊട്ടും ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. നിങ്ങളോട് തന്നെ ഒരു കൈപ്പേറിയ ചോദ്യം ചോദിക്കുക. കഴിഞ്ഞ മാസം നിങ്ങൾ വാങ്ങിയ സാധനങ്ങളിൽ എത്രയെണ്ണം നിങ്ങളുടെ ആവശ്യമായിരുന്നു, എത്രയെണ്ണം വെറും ആഗ്രഹമായിരുന്നു? ഭക്ഷണം, മരുന്ന് അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ പോലെ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതാണ് ആവശ്യം. നിങ്ങൾക്ക് ക്ഷണികമായ സന്തോഷം നൽകുന്നതാണ് ആഗ്രഹം. സ്വന്തം ആഗ്രഹങ്ങളെ ആവശ്യങ്ങളായി തെറ്റിദ്ധരിക്കുന്നവൻ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ വെറുതെ പണം ചെലവാക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഭാവിയുടെ സുരക്ഷയെ നിങ്ങൾ കത്തിച്ചുകളയുകയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഡാർക്ക് ട്രിക്ക് ഇതാണ്: 24 മണിക്കൂർ ശ്മശാന നിയമം. വില കൂടിയ എന്തെങ്കിലും വാങ്ങാൻ തോന്നുമ്പോൾ അത് പെട്ടെന്ന് വാങ്ങരുത്. അത് നിങ്ങളുടെ കാർട്ടിലിട്ട് 24 മണിക്കൂർ നേരത്തേക്ക് മറന്നേക്കുക. ആവേശത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. 24 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഡോപാമൈൻ നില കുറയുമ്പോൾ നിങ്ങൾ ആ സാധനം നോക്കുകയും നിങ്ങൾക്ക് അത് ഒട്ടും ആവശ്യമില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഈ സംയമനമാണ് സമ്പന്നനാകാനുള്ള ആദ്യപടി. ഓർക്കുക, സമ്പന്നത എന്നത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലല്ല, മറിച്ച് അനാവശ്യ ആഗ്രഹങ്ങൾ കുറയ്ക്കുന്നതിലാണ്. തോന്നുന്ന ആവശ്യവും യഥാർത്ഥ ആവശ്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്ന അന്ന് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അനാവശ്യമായി പണം ചോരുന്നത് അവസാനിക്കും. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാലും ഏതു നിമിഷവും നിങ്ങളുടെ വാതിൽക്കൽ മുട്ടാൻ കഴിയുന്ന ഒരു അദൃശ്യ ശത്രുവുണ്ട്. അത് നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഒറ്റയടിക്ക് വിഴുങ്ങാം. ഈ ശത്രു മുന്നറിയിപ്പില്ലാതെ വരും. നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് നിങ്ങളെ രാജാവിൽ നിന്ന് ഭിക്ഷക്കാരനാക്കും. ഇതാണ് രണ്ടാമത്തെ നിയമം. അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള അഭേദ്യമായ കോട്ട. വിപത്ത് സമയത്തേക്ക് പണം സൂക്ഷിക്കണം എന്നാണ് ചാണക്യനീതി പറയുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഇന്ന് ജീവിക്കുക എന്ന് പലരും വിഡ്ഢിത്തം പറയാറുണ്ട്. ഇത് ജീവിതോത്സാഹമല്ല, ഇത് മണ്ടത്തരമാണ്. ജീവിതം ഒരു നേർരേഖയല്ല, അത് വളഞ്ഞു പൊളഞ്ഞ ഒരു പാതയാണ്. രോഗം, ജോലി നഷ്ടപ്പെടൽ, അപകടങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. മോശം സമയങ്ങളിൽ നിങ്ങളുടെ സമ്പാദ്യം മാത്രമാണ് നിങ്ങളുടെ ഒരേയൊരു യഥാർത്ഥ സുഹൃത്ത് എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വില കൂടിയ കാറോ ഒന്നും നിങ്ങളെ സഹായിക്കില്ല. പെട്രോൾ അടിക്കാൻ പണമില്ലെങ്കിൽ ആ കാർ നിങ്ങൾക്ക് ഓടിക്കാനും കഴിയില്ല. ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കവചമില്ലാതെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു യോദ്ധാവാണ്. ഒരു അമ്പേറ്റാൽ കളി തീർന്നു. ആധുനിക കാലത്ത് ഇതിനർത്ഥം ചുരുങ്ങിയത് 6 മാസത്തെ ചെലവിനുള്ള പണമെങ്കിലും പാതിരാത്രിയിലും എളുപ്പമെടുക്കാൻ കഴിയുന്ന രീതിയിൽ ബാങ്കിലോ പണമായോ ഉണ്ടായിരിക്കണം എന്നാണ്. ഈ പണം നിക്ഷേപിക്കാനുള്ളതല്ല,
ഇത് സുരക്ഷയ്ക്കുള്ളതാണ്. ആളുകൾ ചെയ്യുന്ന തെറ്റ് എന്തെന്നാൽ അവർ തങ്ങളുടെ പണം മുഴുവൻ ഭൂമിയിലോ ഷെയർ മാർക്കറ്റിലോ നിക്ഷേപിക്കുന്നു. വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ അവർക്ക് തങ്ങളുടെ സ്വത്ത് തുച്ഛമായ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നു. ഇതിനെയാണ് ചാണക്യൻ ബുദ്ധിയുടെ പാപ്പരത്തം എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം, അത് എത്ര ചെറുതാണെങ്കിലും, ആദ്യം ഈ അടിയന്തര സുരക്ഷാ കോട്ട നിർമ്മിക്കാൻ ഉപയോഗിക്കുക എന്നതാണ് സുരക്ഷയുടെ നിയമം. നിങ്ങൾക്ക് ഈ സുരക്ഷ ഉള്ളപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഭയത്തോടെയല്ല, ധൈര്യത്തോടെയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ടോക്സിക്കായ ബോസിനോട് നിങ്ങൾക്ക് നോ പറയാൻ കഴിയും. കാരണം ജോലി പോയാലും 6 മാസം നിങ്ങൾ പട്ടിണി കിടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം. എന്നാൽ നിൽക്കൂ, ഇതുവരെ നമ്മൾ നമ്മളെത്തന്നെ രക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. 99% മിഡിൽ ക്ലാസ് ആളുകളും കുടുങ്ങി ജീവിതകാലം മുഴുവൻ കടക്കിണിയിലാകുന്ന മൂന്നാമത്തെയും ഏറ്റവും അപകടകരവുമായ വലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വല വളരെ മധുരമുള്ളതാണ്. ഇതിൽ കുടുങ്ങുന്നവൻ തന്നെത്തന്നെ ഒരു രാജാവായി കണക്കാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവനൊരു അടിമയായി മാറുകയാണ്. നിങ്ങളുടെ സാമൂഹിക പദവിയുടെ പേരിലാണ് ഈ തെറ്റ് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ നിയമം, ആഡംബരത്തിന്റെ മരണക്കെണി. ചാണക്യനീതി വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. കടം വാങ്ങി നെയ്യ് കുടിക്കുന്ന ശീലം മനുഷ്യന്റെ നാശത്തിന്റെ ഏറ്റവും വലിയ കാരണമാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ വളരെ അപകടകരമായ ഒരു രോഗത്തോട് പൊരുതുകയാണ്. സ്റ്റാറ്റസ് ആൻസൈറ്റി. അയൽക്കാരനേക്കാൾ വലിയ കാറോ സുഹൃത്തിനേക്കാൾ വിലകൂടിയ ഫോണോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിലയുമില്ലെന്ന് നമ്മൾ കരുതുന്നു. ഈ വില തെളിയിക്കാനുള്ള തത്രപ്പാടിൽ നമ്മുടെ കയ്യിലില്ലാത്ത പണം നമ്മൾ ചെലവാക്കുന്നു. ബഹുമാനം വരുന്നത് സ്വഭാവത്തിൽ നിന്നും അറിവിൽ നിന്നുമാണ്, അലങ്കാരങ്ങളിൽ നിന്നല്ല എന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ നമ്മൾ ഇക്കാര്യം മറന്നുപോയിരിക്കുന്നു. നമ്മൾ ബാങ്കിൽ നിന്ന് EMI എടുത്ത് കാറ് വാങ്ങുന്നു, ക്രെഡിറ്റ് കാർഡിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നു, കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടിക്കുന്നു. ആളുകൾ എന്തു പറയും എന്ന് ഭയന്ന് അവരുടെ വായടപ്പിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ കൈപ്പേറിയ സത്യമെന്തെന്നാൽ ആളുകൾ നിങ്ങളുടെ കല്യാണത്തിന് വന്ന് ഭക്ഷണം കഴിച്ച് അടുത്ത ദിവസം അത് മറക്കും. എന്നാൽ ആ കല്യാണത്തിന്റെ കടം അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. ആഡംബരത്തിന് വേണ്ടിയുള്ള ചെലവ് അടിത്തട്ടില്ലാത്ത ഒരു കുഴിയാണ്. നിങ്ങളൊരു സാധനം വാങ്ങും, സമൂഹം അതിലും വലിയ ഒന്ന് ആവശ്യപ്പെടും. ഈ ഓട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവസാനം നിങ്ങൾക്ക് സമ്മർദ്ദവും, ഉയർന്ന രക്തസമ്മർദ്ദവും, ഉറക്കമില്ലാത്ത രാത്രികളും മാത്രമാകും മിച്ചം. ചാണക്യന്റെ ഡാർക്ക് നീതി പറയുന്നത് യഥാർത്ഥ രാജാവ് സ്വന്തം നിബന്ധനകളിൽ ജീവിക്കുന്നവനാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടി ജീവിക്കുന്നവനല്ല എന്നാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണമെങ്കിൽ സമൂഹത്തെ നിരാശപ്പെടുത്താൻ നിങ്ങൾ പഠിക്കണം. ആളുകൾ നിങ്ങളെ പിശുക്കനെന്ന് വിളിച്ചാൽ വിളിക്കട്ടെ. നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ കണ്ട് അവർ ചിരിച്ചാൽ ചിരിക്കട്ടെ. കാരണം നിങ്ങൾ സാമ്പത്തികമായി ശക്തനാകുമ്പോൾ അതേ ആളുകൾ നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളെ ലാളിത്യമെന്നും നിങ്ങളുടെ പിശുക്കിനെ ബുദ്ധിയെന്നും വിളിക്കും. ലോകം സല്യൂട്ട് ചെയ്യുന്നത് റിസൾട്ടിനെയാണ്, നിങ്ങളുടെ ഷൂവിന്റെ ബ്രാൻഡിനെയല്ല. ആഡംബരമെന്ന ഈ ക്യാൻസറിനെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വെട്ടിമാറ്റുക. അത് നിങ്ങളുടെ മുഴുവൻ സമ്പത്തിനെയും കാർന്നു തിന്നുന്നതിനു മുമ്പ്. എന്നാൽ സുഹൃത്തുക്കളെ, ആഡംബരം ഒരു പുറത്തുള്ള ശത്രുവാണ്. ഒരു ശത്രു നമ്മുടെ വീട്ടിനുള്ളിൽ, നമ്മുടെ ശീലങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് 4ാമത്തെ നിയമം. ഇത് തെറ്റിച്ചാൽ മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും അവനെപ്പോഴും ദരിദ്രനായിരിക്കും. ഇതിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ ചാണക്യൻ ഇത് വളരെ ലളിതമായ വാക്കുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് 4ാമത്തെ നിയമം, പുതപ്പും കാലും തമ്മിലുള്ള സന്തുലിതാവസ്ഥ. ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് പുതപ്പിനനുസരിച്ച് കാല് നീട്ടാവൂ എന്ന്. ഇതൊരു പഴഞ്ചൊല്ലല്ല, സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും കർശനമായ നിയമമാണ്. വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുന്നതാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനമെന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ പ്രശ്നമിതാണ്, നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ചെലവുകൾ ഇരട്ടി വേഗതയിൽ വർദ്ധിക്കുന്നു. നിങ്ങളുടെ ശമ്പളം 20,000 ആയിരുന്നപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ അത് 50,000 ആയപ്പോഴും പണം ബാക്കിയില്ല എന്ന് നിങ്ങൾ പരാതിപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ നിങ്ങളുടെ പുതപ്പ് വലുതാക്കിയില്ല. നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ളതിലും കൂടുതൽ നീട്ടി. വില കൂടിയ വാടകയുള്ള വീടെടുത്തു. നിങ്ങൾ ഭക്ഷണരീതികൾ മാറ്റി. നിങ്ങളുടെ അടിസ്ഥാന ജീവിത ചെലവ് നിങ്ങൾ ഉയർത്തി. ഇതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. സമ്പന്നനാകാനുള്ള രഹസ്യം കൂടുതൽ സമ്പാദിക്കുന്നതിലല്ല, മറിച്ച് വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസം വലുതാക്കുന്നതിലാണെന്ന് ചാണക്യനീതി പറയുന്നു. നിങ്ങൾ 1,00,000 സമ്പാദിച്ച് 90,000 രൂപ ചെലവാക്കുകയും നിങ്ങളുടെ സുഹൃത്ത് 30,000 സമ്പാദിച്ച് 20,000 ലാഭിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സാമ്പത്തികമായി അവൻ നിങ്ങളെക്കാൾ കൂടുതൽ സുരക്ഷിതനും സമ്പന്നനുമാണ്. നിങ്ങളുടെ വരുമാനം തുടർച്ചയായി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ കുറച്ചു സമയത്തേക്ക് നിങ്ങളുടെ ചെലവുകൾ ചുരുക്കി നിർത്തണം. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പാകത്തിലാകുന്നതുവരെ നിങ്ങളുടെ ജീവിതശൈലി ലളിതമായി നിലനിർത്തുക. ഓർക്കുക, സ്വന്തം അതിരുകൾ ലംഘിക്കുന്ന ഒരാളെ ലോകത്തെ ഒരു ലോട്ടറിക്കും സമ്പന്നനാക്കാൻ കഴിയില്ല. സ്വന്തം പരിധികൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഇതുവരെ പണം എവിടെ ചെലവാക്കരുത് എന്നാണ് നമ്മൾ സംസാരിച്ചത്.
എന്നാൽ പണം അലമാരയിൽ പൂട്ടിവെക്കാനുള്ളതല്ല. അത് വളരുകയും വേണം. നിങ്ങൾ പണം ലാഭിച്ച് തലയിണക്കടിയിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങളും തെറ്റ് ചെയ്യുകയാണ്. ഇവിടെയാണ് നിങ്ങളെ സമ്പാദ്യത്തിൽ നിന്ന് നിക്ഷേപത്തിലേക്ക് നയിക്കുന്ന ചാണക്യന്റെ 5ാമത്തെ നിയമം വരുന്നത്. പണത്തെ എങ്ങനെ ജീവനോടെ നിലനിർത്താം എന്ന് ഈ നിയമം പറയുന്നു. ഇതാണ് 5ാമത്തെ നിയമം, ലാഭത്തിന്റെ ഗണിതം. ചാണക്യൻ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. സമ്പത്ത് നിശ്ചലമായിരിക്കരുത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് ഒഴുകിക്കൊണ്ടിരിക്കണം. എന്നാൽ അത് വളർന്ന് തിരികെ വരുന്ന ദിശയിൽ മാത്രമായിരിക്കണം. വരുമാനമൊന്നും ലഭിക്കാത്ത കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് മണ്ടത്തരമാണെന്ന് ചാണക്യനീതി പറയുന്നു. അതായത് ഒരു റിട്ടേണും ലഭിക്കാത്ത സ്ഥലത്ത് പണം നിക്ഷേപിക്കുന്നത് അത് ഓടയിൽ എറിയുന്നതിന് തുല്യമാണ്. നമ്മൾ പലപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റായ നിക്ഷേപങ്ങൾ നടത്തുന്നു. അത് യഥാർത്ഥത്തിൽ ചെലവുകളാണ്. ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഭാവിയുമില്ലാത്ത ഭൂമി വാങ്ങുക, അല്ലെങ്കിൽ സുഹൃത്തിന്റെ ബിസിനസ്സിൽ പണമിറക്കുക, അവൻ ഇമോഷണലാക്കി എന്ന ഒരൊറ്റ കാരണത്താൽ. പണത്തിന്റെ കാര്യത്തിൽ വികാരങ്ങളല്ല, ഗണിതമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചാണക്യൻ പറയുന്നു. ഓരോ ചെലവും നിക്ഷേപത്തിന്റെ അളവുകോലിൽ അളക്കുക. നിങ്ങൾ 10,000 രൂപയുടെ ഒരു കോഴ്സ് വാങ്ങുകയാണെങ്കിൽ ഭാവിയിൽ ഇതെനിക്ക് 1 ലക്ഷം രൂപ നേടിത്തരുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ചെലവല്ല, നിക്ഷേപമാണ്. നിങ്ങൾ 10,000 രൂപയുടെ പാർട്ടി നൽകുകയാണെങ്കിൽ അതിൽ നിന്നുള്ള റിട്ടേൺ എന്താണ്? ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കാം, വെറുമൊരു രാത്രിയിലെ ലഹരി മാത്രം. ലാഭത്തിന് സാധ്യതയുള്ളിടത്ത് പണം നിക്ഷേപിക്കുക. ലാഭം പണത്തിന്റെ മാത്രമല്ല, ആരോഗ്യത്തിന്റെ ലാഭം, അറിവിന്റെ ലാഭം അല്ലെങ്കിൽ സമയത്തിന്റെ ലാഭം എന്നിവയും യഥാർത്ഥ ലാഭമാണ്. നിങ്ങൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലുള്ള നിക്ഷേപമാണ്. നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറിലെ നിക്ഷേപമാണ്. എന്നാൽ നിങ്ങൾ കേവലം വിനോദത്തിനു വേണ്ടിയാണ് പണം ചെലവഴിക്കുന്നതെങ്കിൽ അത് നഷ്ടമാണ്. ചാണക്യന്റെ ഒരു രഹസ്യ സൂത്രവാക്യമുണ്ട്: നിങ്ങളുടെ പണത്തെ മടിയനാക്കാൻ അനുവദിക്കരുത്, അതിനെ ജോലി ഏൽപ്പിക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം ഉണർന്നിരുന്ന് നിങ്ങൾക്കു വേണ്ടി കൂടുതൽ പണം സമ്പാദിക്കുന്ന രീതിയിൽ നിക്ഷേപിക്കുക. പണത്തെ അടിമയാക്കി പണിയെടുപ്പിക്കുന്നവൻ യഥാർത്ഥ മുതലാളിയാകുന്നു. പണത്തിനു വേണ്ടി പണിയെടുക്കുന്നവൻ ജീവിതകാലം മുഴുവൻ തൊഴിലാളിയായി തുടരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ലാഭത്തിനും നിക്ഷേപത്തിനും പിന്നാലെ പോകുമ്പോൾ മനുഷ്യൻ പലപ്പോഴും അന്ധനാകുകയും ശരിയും തെറ്റും മറക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നിങ്ങളുടെ സമ്പത്തിനെ പവിത്രവും ശാശ്വതവുമാക്കുന്ന 6ാമത്തെ നിയമം വരുന്നത്. നിങ്ങൾ ഈ നിയമം അവഗണിച്ചാൽ വന്ന പണം പോലും രോഗങ്ങളിലൂടെയോ കോടതി കേസുകളിലൂടെയോ കള്ളന്മാരിലൂടെയോ നഷ്ടപ്പെടും. ഇതാണ് 6ാമത്തെ നിയമം, പണത്തിന്റെ സ്വഭാവവും ശരിയായ ലക്ഷ്യവും. ചാണക്യൻ പറയുന്നു, അന്യായമായി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സമ്പാദിച്ച പണം അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്കായി ചെലവഴിച്ച പണം പരമാവധി 10 വർഷം മാത്രമേ നിലനിൽക്കൂ. 11ാം വർഷം അത് മുതലടക്കം നശിച്ചുപോകും. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് കോസ് ആൻഡ് ഇഫക്റ്റ് നിയമമാണ്. പണത്തിന് അതിന്റേതായ ഒരു ഊർജ്ജമുണ്ട്. ചൂതാട്ടം, ലഹരി അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ എന്നിങ്ങനെ അധാർമികമായ കാര്യങ്ങൾക്കായി നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാശത്തെയാണ് ഫണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം പണം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയാണ്. ഇതിനെ നെഗറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. പണം മുടക്കി നിങ്ങൾ രോഗവും അപകീർത്തിയും ശത്രുതയും വിലയ്ക്ക് വാങ്ങുകയാണ്. ധർമ്മം, കടമ, ആരോഗ്യം, അറിവ് എന്നിവയ്ക്കായിരിക്കണം പണം ചെലവഴിക്കേണ്ടതെന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ പോറ്റാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്കും പണം ചെലവാക്കുമ്പോൾ ആ പണം നിങ്ങൾക്ക് ഒരു സുരക്ഷാ കവചം നൽകുന്നു. ഇതിനെ സാത്വിക ചെലവ് എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങൾക്ക് രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകുന്നു. എന്നാൽ ആഡംബരത്തിനും കാണിച്ചുകൂട്ടലുകൾക്കും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും പണം ധൂർത്തടിക്കുന്നവരുടെ പണം താമസികമാണ്. അത്തരം പണം വരുമെങ്കിലും പോകുമ്പോൾ വീട്ടിലെ സമാധാനവും സന്തോഷവും കൂടി കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ചെലവ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മൂല്യം കൂട്ടുന്നുണ്ടോ അതോ എന്നെ താഴേക്ക് വലിച്ചിടുകയാണോ എന്ന്. ഓർക്കുക, തെറ്റായ കൈകളിലെത്തിയ പണവും തെറ്റായ കാര്യങ്ങളിൽ നിക്ഷേപിച്ച പണവും ഒടുവിൽ ഉടമയെ തന്നെ നശിപ്പിക്കും. നിങ്ങളുടെ പണത്തിന് ഏറ്റവും വലുതും വേഗത്തിലുള്ളതുമായ ആഘാതമേൽപ്പിക്കുന്ന 7ാമത്തെയും അവസാനത്തെയും നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. സഹായമാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണിത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ബന്ധങ്ങളെയും പോക്കറ്റിനെയും ഇല്ലാതാക്കുന്നു. ഇതാണ് 7ാമത്തെ നിയമം. കടം കൊടുക്കൽ ഒരു വൺ വേ സ്ട്രീറ്റാണ്. പണത്തിന്റെ ഇടപാടുകൾ സൗഹൃദത്തെയും സാഹോദര്യത്തെയും നശിപ്പിക്കുമെന്ന് ചാണക്യൻ വളരെ കർശനമായ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ വളരെ വൈകാരികമായി ചിന്തിക്കുന്നവരാണ്. ഒരു സുഹൃത്തോ ബന്ധുവോ കൈ നീട്ടുമ്പോൾ നമുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ സഹായിക്കുകയാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ നിങ്ങൾ കടമായി കരുതുന്നതിനെ ഒരു ചെലവായി കണക്കാക്കണമെന്ന് ചാണക്യൻ പറയുന്നു. നിയമം വളരെ വ്യക്തമാണ്. ദാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുള്ളവർക്ക് മാത്രം കടം കൊടുക്കുക. അതായത്
ആ പണം തിരികെ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതിരിക്കുകയും ആ സുഹൃത്തുമായുള്ള ബന്ധം തകരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം. എന്നാൽ ആ പണം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് കൃത്യസമയത്ത് തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. 90% കേസുകളിലും കടം കൊടുത്ത പണം തിരികെ വരില്ല. വന്നാൽ തന്നെ അത് ശത്രുതയും കയ്പും അപമാനവും കൊണ്ടുവരും. സ്വന്തം പണം തിരികെ ചോദിക്കാൻ നിങ്ങൾ ഭിക്ഷക്കാരനെപ്പോലെയാകും. സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നവൻ സമൂഹത്തിൽ പരിഹാസ്യനാകുമെന്ന് ചാണക്യൻ പറയുന്നു. സ്വന്തം പണത്തെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. ആരെങ്കിലും കടം ചോദിച്ചാൽ കൃത്യമായി ഇല്ല എന്ന് പറയുന്നത് ആ ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഇല്ല എന്ന് പറയുമ്പോൾ അവർ 2 ദിവസം പിണങ്ങിയേക്കാം. എന്നാൽ ഉവ്വ് എന്ന് പറഞ്ഞാൽ ആ ബന്ധം എന്നേക്കുമായി അവസാനിക്കും, ഒപ്പം പണവും പോകും. അതിനാൽ കടം കൊടുത്ത പണത്തെ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റായി കണക്കാക്കരുത്. അതൊരു വരാനിരിക്കുന്ന നഷ്ടമായി തന്നെ കാണുക. ഉപസംഹാരം: നിങ്ങളുടെ സാമ്പത്തിക കോട്ട. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു സാധാരണക്കാരനെ സാമ്പത്തിക യോദ്ധാവാക്കി മാറ്റാൻ കഴിയുന്ന ചാണക്യന്റെ 7 ഡാർക്ക് നിയമങ്ങളായിരുന്നു ഇവ. നമുക്ക് ഇവയൊന്ന് മനസ്സിലുറപ്പിക്കാം. 1. ആവശ്യവും ആഗ്രഹവും. ആഗ്രഹങ്ങളെ ആവശ്യങ്ങളാക്കരുത്. 2. അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ്. കവചമില്ലാതെ യുദ്ധത്തിന് പോകരുത്. എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. 3. ആഡംബരം ഒഴിവാക്കുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ സ്വന്തം കുഴി തോണ്ടരുത്. 4. പുതപ്പും കാലും. വരുമാനം കൂട്ടുക, പക്ഷേ ചെലവ് നിയന്ത്രിക്കുക. 5. ലാഭത്തിന്റെ ഗണിതം. പണത്തെ മടിയനാക്കാൻ അനുവദിക്കരുത്, അത് നിക്ഷേപിക്കുക. 6. ശരിയായ ലക്ഷ്യം. തെറ്റായ കാര്യങ്ങളിൽ പണമിറക്കി നാശം വിലയ്ക്ക് വാങ്ങരുത്. 7. കടം നൽകുന്നതിൽ നിന്നുള്ള അകലം. പണം കൊടുത്ത് ശത്രുക്കളെ സമ്പാദിക്കരുത്. ഓർക്കുക, പണം ദൈവമല്ല. എന്നാൽ കലിയുഗത്തിൽ ദൈവത്തേക്കാൾ ഒട്ടും താഴെയുമല്ല. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അത് നിങ്ങൾക്ക് ശക്തി നൽകുന്നു. ലോകത്തിലെ തിന്മകളോട് പോരാടാനുള്ള കഴിവ് നൽകുന്നു. എന്നാൽ നിങ്ങൾ പണത്തെ ബഹുമാനിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. പണത്തെ വിലമതിക്കാത്തവനെ പണവും വിലമതിക്കില്ല. ചാണക്യനീതി വെറുമൊരു പഴയ പുസ്തകമല്ല. ഇത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സർവൈവൽ ഗൈഡാണ്. ഈ 7 നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിത്തരാം. നിങ്ങൾ തലയുയർത്തി ജീവിക്കും, തലയുയർത്തി നടക്കും. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. വിള്ളലുള്ള അതേ ബക്കറ്റിൽ നിങ്ങൾ ഇനിയും വെള്ളം നിറയ്ക്കുമോ, അതോ ഇന്നു മുതൽ ശീലങ്ങൾ മാറ്റി ശക്തമായൊരു സാമ്പത്തിക കോട്ട പണിയുമോ? നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു പ്രതിജ്ഞ എടുക്കുക. എഴുതുക, ഐ റെസ്പെക്ട് മൈ മണി. ഈ കമന്റ് വെറും വാക്കുകളല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ള ഒരു കമാൻഡായിരിക്കും. ഒപ്പം പണം പാഴാക്കാൻ മിടുക്കരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ഈ വീഡിയോ അവരുടെ കണ്ണു തുറപ്പിക്കുകയും അവരുടെ ഭാവി രക്ഷിക്കുകയും ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വിഡ്ഢികളോട് തർക്കിക്കാതിരിക്കുന്നതിന്റെ 5 മാന്ത്രിക ഗുണങ്ങളെക്കുറിച്ചാണ്. നിശബ്ദതയുടെ ശക്തി. നിങ്ങളുടെ മാനസിക സമാധാനത്തിന് ആ വീഡിയോ വളരെ അത്യാവശ്യമാണ്. അതുവരെ ബുദ്ധിപൂർവം ചെലവാക്കുക, സുരക്ഷിതരായിരിക്കുക, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. ജയ് ഹിന്ദ്, ജയ് ഭാരത്.